ഹായ് മകളെ, 10ാം ക്ലാസ്സിൽ മാത്സിൽ A+ കിട്ടില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ? അതില്ലാതെ ഇപ്പോൾ ഈ വീഡിയോ കാണേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ല അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മുഴുവനും കേൾക്കുക. മാത്സിൽ A+ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്: എഴുതി പഠിക്കുക. നമുക്ക് തരുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം എഴുതി പഠിക്കുക. പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം, ഒരു ചോദ്യം അവർ ചെയ്തു, ആ ചോദ്യം ചെയ്തു, അത് മനസ്സിലായി, അത് സ്കിപ്പ് ചെയ്തു, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ആ ഒരു രീതി മാറ്റി വെച്ചിട്ട് നമുക്കറിയാവുന്ന ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യം തന്നെ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അറിയുന്ന ചോദ്യങ്ങൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റെപ്പുകളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വരുത്തുന്ന മിസ്റ്റേക്കുകളുടെ എണ്ണം കുറയും എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എഴുതി പഠിക്കുക എന്നത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് പലപ്പോഴുള്ള പ്രശ്നം, അല്ലെങ്കിൽ പല ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ കയ്യിലുണ്ട് സാർ, പക്ഷേ അതിൻ്റെ ഒന്നും ആൻസർ കീ ഇല്ല എന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അങ്ങനെ നേരിടുന്ന ആളുകളുണ്ടോ അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ മോഡൽ എക്സാമിന് നിങ്ങൾ അത്രയും ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. അതൊക്കെ നമുക്ക് സമയം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഊർജ്ജസ്വലരായിട്ട് എങ്ങനെ മാത്സിൽ A+ നേടാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നാളെയും അതേപോലെ തന്നെ ഇന്നും നിങ്ങൾ എന്നാണ് വീഡിയോ കാണുന്നതെന്നും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മാത്തമാറ്റിക്സിൻ്റെ ഒരു ലൈവ് ഷുവർ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 50 ക്വസ്റ്റ്യൻസ് 50+20 ക്വസ്റ്റ്യൻസ് ഏകദേശം 70 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ 2 ദിവസങ്ങളിലായിട്ട് മാത്തമാറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 29 ചോദ്യങ്ങളാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ 70 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അതിൽ കവർ ചെയ്യും. ഒരു ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടാകും. അതൊക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഈ 70 ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാത്സിൽ A+ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിൽ പോലും അവർക്കൊരു C+ അല്ലെങ്കിൽ B+ അല്ലെങ്കിൽ ഒരു A ഗ്രേഡ് വരെ കിട്ടുന്ന ലെവലിലേക്ക് നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്യാവശ്യമൊക്കെ അറിയുന്ന കുട്ടിയാണെങ്കിൽ A+ കിട്ടുക എന്നുള്ള യാതൊരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ലൈവ് കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചോദ്യം എഴുതിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് വീണ്ടും ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ മാത്സിൽ A+ കിട്ടടാ. നിങ്ങൾ മാത്സിൽ A+ നേടിയിട്ട് നിങ്ങളുടെ സ്കൂളിലേക്കൊരു വരവുണ്ട് അല്ലേ, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ മുന്നിലേക്കൊരു വരവുണ്ട്. എന്നിട്ട് ആ ടീച്ചേഴ്സിനോട് പറയണം, മിസ്സേ അല്ലെങ്കിൽ ടീച്ചറെ, എനിക്കും മാത്സിൽ A+ കിട്ടിയിട്ടുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്, നന്ദി ടീച്ചറെ എന്ന് നിങ്ങൾ പറയുന്ന ഒരു ദിവസം നിങ്ങൾ സ്വപ്നം കാണുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മാത്സിൽ A+ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും ലൈവുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.